അന്ന് ഇമ്മിട്ടി പറഞ്ഞ കഥ ഇത് തന്നെയാണ്. അതെ, റെഡ് തന്നെയായിരുന്നു, വിപ്ലവം തന്നെയാണ് കഥ. ഇപ്പോഴും അത് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, കഥ മാറ്റി എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതെ, അതാണ്. എൻ്റെ കഥ മാറ്റിയിട്ടില്ല. മഹാരാഷ്ട്രയിലെ കഥ വേറെയാണ്, ജിനോൻ്റെ കഥ അവിടെയുള്ളത് സത്യമാണ്. പക്ഷെ എൻ്റെ കഥ മാറ്റിയിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് വിപ്ലവം തന്നെയായിരുന്നു. അത് എൻ്റെ കോളേജിൽ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കഥയാണ്. അന്ന് ഹൈദരാബാദിനെ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഹസീബിക്കനെ കാണാൻ വേണ്ടി ഞാൻ എറണാകുളത്ത് വരുന്നു. എനിക്കിപ്പോൾ പ്രിൻസ് എന്ന് പറയുന്ന, അപ്പോൾ ലൂക്കേരെയൊക്കെ പ്രൊഡ്യൂസ് പുള്ളിക്കാരനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അന്ന് പ്രസൻറ്റ് ചെയ്തത്. അന്ന് ആടുപുലിയാട്ടത്തിൻ്റെ ആദ്യം ഞങ്ങൾ ഹസീബിക്കയുടെ വീട്ടിൽ പോയി. ഹസീബിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതൊരു റെഡ് വിപ്ലവമായതുകൊണ്ടാണ്. ആലപ്പുഴയിലെ ഇടതുപക്ഷ പ്രവർത്തകനായ ഹസീബിക്ക ആണ് ആദ്യമായിട്ട് വന്ന ഒരു പ്രൊഡ്യൂസർ അന്ന്. അപ്പം അന്നും വിപ്ലവം തന്നെയാണ്. ഹൈദരാബാദ് കേൾക്കുമ്പോൾ വിപ്ലവമാണ്.